اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يحذر المنافقون أن تنزل عليهم سورة تنبئهم بما في قلوبهم قل استهزئوا إن الله مخرج ما تحذرون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് തന്നെയുള്ള പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാമത്തെ അധ്യായമാണ് സൂറത്തു തൗബ. സൂറത്തു തൗബയിൽക്ക് മറ്റു പല പേരുകളുണ്ട്. അതിൽ ഒരു പേരാണ് അൽ ഫാലിഹത്ത് എന്നൊരു പേരും. ആ പേര് വരാനുള്ള കാരണം കപടവിശ്വാസികളായ ആളുകളുടെ ഉള്ളിലിരിപ്പ് എന്തായിരിക്കും, അവിടെ മനസ്സിൽ എന്താണുള്ളത്, എന്താണ് ഒരു കപടവിശ്വാസി എന്ന് അവരുടെ ഉപദ്രവങ്ങളും ദ്രോഹങ്ങളും പ്രവാചകനും സഹാബത്തിനും വരാതിരിക്കാൻ വേണ്ടി അവിടെ കള്ളികൾ വിളിച്ചു പറയുന്ന, അവിടെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന, അവിടെ ഉള്ളുകള്ളികളെ വെളിപ്പെടുത്തുന്ന അധ്യായം എന്ന നിലക്കാണ് അൽ ഫാലിഹത്ത് എന്നൊരു പേര് സൂറത്ത് തൗബയ്ക്ക് വരാനുള്ള കാരണം. ഒരുപക്ഷെ നമ്മൾ ആ സൂറത്തൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ സാധാരണഗതിയിൽ വിശ്വാസമുള്ളവർക്ക് എന്ന് തോന്നും, എനിക്കെല്ലോ കാപട്യവുമുണ്ടോ, എൻ്റെ വിശ്വാസത്തിൽ കപടതയുണ്ടോ, ഞാനൊരു കപടവിശ്വാസിയാണോ എന്നൊക്കെ ഒരു തോന്നൽ പൊതുവെ എല്ലാവരുടെയും മനസ്സിലൊരു ബേജാറായിട്ട് വരുന്നൊരു കാര്യമാണ്. കാരണം അവിശ്വാസികളെക്കാളും അപകടകാരികളാണ് യഥാർത്ഥത്തിൽ കപടവിശ്വാസികൾ. ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അഗാധ ഗർത്തങ്ങളിൽ ആപതിക്കുന്നവരാണ് കപടവിശ്വാസികൾ എന്ന് പറഞ്ഞു. കാരണം ഒരു അവിശ്വാസി എന്ന് പറയുമ്പോൾ ഞാൻ അവിശ്വാസത്തിലാണെന്ന് വ്യക്തമായി ഒരു നിലപാടോടുകൂടെ പറയുകയും അയാളെ ഒരു ശത്രുവാണെന്ന നിലക്കും ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലക്കും മനസ്സിലാക്കി പെരുമാറാൻ വിശ്വാസികൾക്ക് ഒരുപക്ഷെ പറ്റും, ശക്തമായി ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ഒരു അവിശ്വാസി. എന്നാൽ ഒരു കപടവിശ്വാസി പ്രത്യക്ഷത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ഞാനൊരു വിശ്വാസിയാണെന്ന് സത്യം ചെയ്തു പറയുകയും എന്നാൽ ഒരു അവിശ്വാസിയെക്കാളും കടുത്ത വിരോധവും വിദ്വേഷവും വിശ്വാസികൾക്കെതിരെ പുലർത്തുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകാരിയാണ് കപടവിശ്വാസി. ഈ കപടവിശ്വാസത്തിന്റെ ലക്ഷണങ്ങൾ ഈ സൂറത്തിൽ പുറത്തു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം തബൂക്ക് യുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടങ്ങളിൽ നടന്നൊരു യുദ്ധമാണ് ഈ തബൂക്ക് യുദ്ധം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കഠിന ചൂടുള്ള സമയത്താണ് ഈ യുദ്ധം നടക്കുന്നത്. ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്ത, കഠിനമായ ദാഹമുള്ള, ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അതിശക്തമായ ഒരു പ്രതികൂലാവസ്ഥയിലാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്.
മാത്രമല്ല, സാധാരണ യുദ്ധങ്ങളൊക്കെ മദീനയുടെ പരിസരങ്ങളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ തബൂക്ക് യുദ്ധം കുറച്ച് യാത്ര ചെയ്തു പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോ യാത്ര ചെയ്തു പോകേണ്ട കഠിനമായ ഒരു പ്രതികൂലാവസ്ഥയിലാണ് ഈ യുദ്ധം എന്നതുകൊണ്ട് തന്നെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അംഗവൈകല്യമുള്ളവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗപ്രശ്നങ്ങളോ ഉള്ള ന്യായമായ കാരണമില്ലാത്തവരെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. അപ്പൊ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ഉള്ളിൽ വിശ്വാസമില്ലാത്തവരൊക്കെ കുടുങ്ങിപ്പോയൊരു സമയമായിരുന്നു അത്. കാരണം യുദ്ധത്തിന് പോകാൻ അവർ നിർബന്ധിതരായി. സത്യത്തിൽ ഉള്ളുകൊണ്ട് വിശ്വാസമല്ല ഒരാൾക്ക് ഒരിക്കൽ നിസ്കാരം പോലും മടിയില്ലാതെ നിർവഹിക്കാൻ പറ്റൂലെങ്കിൽ അവരെങ്ങനെ യുദ്ധത്തിന് പോവുക? നിസ്കാരം പോലും അവർക്ക് സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സന്തോഷത്തോടെ നിർവഹിക്കാൻ പറ്റൂല. അവർ നിസ്കാരത്തേക്ക് വരികയാണെങ്കിൽ കാമു കുസാല, മടിയന്മാരായിട്ടാണ് വരിക. മാത്രമല്ല, ഇശാക്കും സുബഹിക്കും അവർ വരിക തന്നെയില്ല. ഒരു സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകാനുള്ള ഈമാൻ പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെ യുദ്ധത്തിന് പോവുക? അപ്പൊ ഇവർ കുറെ നുണ പറഞ്ഞ്, കളവ് പറഞ്ഞ്, തെറ്റായ കാരണങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. അതിൻ്റെയൊക്കെ ശരിയായ അവിടെ മാനസികാവസ്ഥകൾ അള്ളാഹു മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സന്ദർഭമാണിത്. ഇതെന്തിനാണ് നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചില സമീപനങ്ങളിലെല്ലാം ഈ ഒരു കപടവിശ്വാസിയുടെ ഒരു ഛായ നമ്മുടെ സ്വഭാവങ്ങളിൽ വന്നു പോകുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നമ്മൾ ഏവരും നടത്തേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തിൽ, ഞാനൊക്കെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലാണെന്ന് വിശ്വസിച്ച് ജീവിക്കാൻ അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ തന്നെയാണോ എന്നതിനെക്കുറിച്ച് നമ്മുടെ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ്. ഒന്നാമത്തത് എന്താന്ന് ചോദിച്ചാൽ, എല്ലാറ്റിലും നമ്മൾ ഉണ്ടാവും, പക്ഷെ കുറച്ചൊരു ത്യാഗം ചെയ്യേണ്ട സന്ദർഭത്തിൽ നിന്ന് മെല്ലെ ബാക്ക് പോകും. അതാണ് കപടവിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട നിലപാട്. വമാ മനഅഹും അൻ തുഖബല മിൻകും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറൂ ബില്ലാഹി വബിറസൂലി വലാ യഅതൂന സ്വലാത്ത ഇല്ലാ വഹും കുസാല വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അവർ ചെലവഴിക്കുന്നതൊന്നും പടച്ചോൻ സ്വീകരിക്കാതിരിക്കാൻ കാരണം അവർ കാഫിറായത് കൊണ്ടാണ്. അവിശ്വാസിയിൽ നിന്ന് ഒന്നും അള്ളാഹു സ്വീകരിക്കില്ല. മാത്രമല്ല, അവർ നിസ്കാരത്തിന് വരുമ്പോ എങ്ങനെ വരിക? ഇല്ലാ വഹും കുസാല, മടിയന്മാരായിട്ട്. സുഹൃത്തുക്കളെ, നിസ്കാരം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആസ്വാദനമുള്ള ഒരു പ്രവൃത്തി വിശ്വാസിക്ക് വേറെ ഇല്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആശങ്കകളുമുള്ള ഈ ദുനിയാവുന്ന് നമ്മളാണ് പോകുകയാണ്, ഔട്ടാവാണ്. ഈ ടെൻഷൻ അടിക്കണ എല്ലാ ചിന്തകളിൽ നിന്നും നമസ്കാരം എന്ന അള്ളാഹുവിന്റെ സ്മരണ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ഈ ദുനിയാവുന്നുണ്ട് പോവുകയാണ്. അതുകൊണ്ട് ഏറ്റവും ആസ്വാദകരമായി അതിന്റെ ലക്ഷ്യവും അതിന്റെ പ്രതിഫലവും അതിന്റെ കൂലിയും ചിന്തിക്കാത്ത ഒരുത്തന് ഇത്ര പണിയുള്ള ഒരു കാര്യം വേറെ ഉണ്ടാവില്ല. അതാണ് അസുക്കൽ, ഏറ്റവും ഭാരമുള്ള പ്രവൃത്തി മുനാഫിക്കങ്ങൾക്ക് അതാണെന്ന്. അപ്പൊ നമ്മളും നിസ്കാരത്തിൽ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കൾ. നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ പരമാവധി എന്താണ് നിസ്കാരത്തിന് വേണ്ടിയുള്ള അധ്വാനം കുറക്കുക എന്താണ്. അതിപ്പോ ശരിയായി എനിക്കറിങ്ങനെ ഉള്ളൊക്കെ ശരിക്കെടുത്ത് ആ ജമാഅത്തിന് പള്ളിയിൽ പോയി അങ്ങനെയൊക്കെ തന്നെ പ്രത്യേക ആ കൃത്യസമയത്ത് തന്നെ നിർവഹിച്ച്, അതല്ല പരമാവധി ജമാഅത്തിൽ പങ്കെടുക്കാതെ നിസ്കാരത്തിന്റെ ആ നിബന്ധനകൾ പാലിക്കാതെ ഓതാളവും ചെല്ലാളതും ഒരു സാവകാശത്ത് ചൊല്ലാതെ, അതൊക്കെ ഒരു കടമക്ക് ഞാനും ഈ കൂട്ടത്തിൽ ഒരാൾ നിലനിൽക്ക് ബോധ്യപ്പെടുത്തി പോകുന്ന രൂപത്തിലാണോ? അതൊക്കെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന് ചെയ്യേണ്ട ശാരീരിക പ്രവർത്തികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി എന്ന നിലക്ക് നിർവഹിക്കുന്നുണ്ടോന്നാണ്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊനൻ നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ. മടിയന്മാരായിട്ട് നിസ്കാരത്തിൽ വരുള്ളൂ. സൂറത്തു നിസായിൽ പറയുന്നു അതേ കാര്യം. എന്താണ് പിന്നെ പ്രത്യേകത? ജനങ്ങളെ കാണിക്കാനാണ് നിസ്കാരം. വലാ യദ്കുറൂനല്ലാഹ, നിസ്കരിക്കാൻ നിന്ന പടച്ചോനെ കുറിച്ച് ആലോചിച്ചത് വളരെ കുറവായിരിക്കുന്ന. ഇപ്പൊ നമ്മൾ ആത്മാർത്ഥമായി നമസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ ആ നിസ്കാരം ഏറ്റവും നന്നായി നിർവഹിക്കാനും അല്പം ബുദ്ധിമുട്ടിയിട്ട് സുബൈക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് പള്ളിക്ക് പോയാൽ, നമ്മുടെ ഈ ഇരിക്കുന്ന നമ്മൾ ഈ ഖുതുബ കേൾക്കുന്ന ആരുടെ പരിസരത്താ സുഹൃത്തുക്കളെ പള്ളിയില്ലാത്ത? ആരെ മുറ്റത്താണ് ഒരു ബേക്കെങ്കിലും ഇല്ലാത്ത ആളുകളൊക്കെ ഇന്ന് വളരെ കുറവാണ്. ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സുബൈക്ക് പള്ളിയിൽ പോകാനൊരു തോന്നൽ മനസ്സിൽ ഇത്ര കാലമായിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ആയത്തൊക്കെ ഒന്ന് മനസ്സിരുത്തി വായിക്കണ്ടേ എന്നുള്ളതാണ്. രണ്ടാമത് ഇവിടെ സ്വഭാവത്തെ പറഞ്ഞത് പിശുക്കാണ്. എന്ത് വന്നാലും പൈസന്റെ സ്ഥലത്തെത്തുമ്പോൾ പിന്നിക്കാട് പോകും. മനസ്സിലായി? പണം കൊടുക്കാൻ, അത് പണം കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമുക്ക് ഈമാൻ തന്നെ വേണം.
ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പോക്കറ്റ് കൈയിട്ട് വലിയൊരു നോട്ട് വലിച്ചുകാണ്ട് ബക്കറ്റ് കിടാൻ നമുക്ക് പറ്റൂല. അത് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. കാരണം അറിയോ, പണത്തിനോടുള്ള നിലപാട് എന്താ വെച്ചാൽ നമ്മളൊരു പൈസ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ബെനിഫിറ്റ് കിട്ടണം എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാർഗെയിൻ ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ പ്രൈസ് നോക്കണത്. 100 വട്ടം ആലോചിച്ചിട്ടൊരു സാധനം വാങ്ങാൻ കാരണം ഞാൻ എന്റെ പൈസ കൊടുക്കുമ്പോൾ എനിക്ക് അതിന് തുല്യമായത് കിട്ടണം. അത് കിട്ടിയിട്ടില്ലെങ്കിലോ ടെൻഷനാണ്, പ്രശ്നമാണ്. അങ്ങനത്തെ ഒരാള് നമ്മളൊരു നോട്ടെടുത്തിട്ട് ഒരു നല്ല കാര്യത്തിന് കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ 100 വട്ടം ആലോചിക്കൂല ഇതെനിക്ക് കിട്ടുമെന്ന്. അത് കിട്ടുമെന്നുള്ള ഈമാനുള്ളവനല്ലാതെ ആർക്കാണ് കൊടുക്കാൻ പറ്റുക? ഞാൻ മരിച്ചു പോയാൽ എനിക്കിത് കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിലേ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റുള്ളവർ കൊടുക്കണതാണ് നമ്മൾ അന്തം വിട്ട് നിൽക്കും. എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ പറ്റുന്നു എന്നുള്ളതാണ്. അവരെ കുറിച്ച് പറയുന്നതാണ് അങ്ങേയറ്റത്തെ വെറുപ്പോടുകൂടെയും അനിഷ്ടത്തോടുകൂടെയും മാത്രമേ ചെലവഴിക്കൂ. കൊടുക്കും, പക്ഷേ അഥവാ കൊടുത്തു പോയാലോ അനിഷ്ടത്തോടുകൂടെ മാത്രമേ. മറ്റൊരു സ്ഥലത്ത് ഇതേ സൂറത്തിൽ, സൂറത്ത് തൗബയിലുള്ള ആയത്തുകളാണ് ഈ പറയണതൊക്കെ. വയഖബിലൂന ഐദിയഹും, അവരൊക്കെ ഒന്ന് പിടിച്ചിട്ടാ ചെലവഴിക്കാൻ. അവിടെ കൈ ഇങ്ങനെ പിൻവലിക്കുന്നതാണ്, കൊടുക്കല്ല ചെയ്യുക. കൊടുക്കുന്നിടത്ത് അവർ മെല്ലെ പിറകോട്ട് വലിയുകയാണ് ചെയ്യുക എന്നും വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു 10,000 റുപ്യ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അതിന്റെ വില എത്രയാണ്? അതിന്റെ മൂല്യം എത്രയെന്നറിയോ? അത് വാപ്പാന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ ആശുപത്രിയിൽ ബില്ലടച്ചതാണെങ്കിൽ ഒരു ജീവന്റെ വിലയാണ് ആ 10,000-ത്തിനുള്ളത്. അക്കൗണ്ട് കിടക്കുന്ന ഡിജിറ്റൽ ഉണ്ടല്ലോ, ആ സംഖ്യ, അതിനൊരു വിലയില്ല സുഹൃത്തുക്കളെ, ഒരു വിലയില്ല. മരിക്കുന്ന സമയത്ത് നിങ്ങളെ ചികിത്സിക്കാൻ പോലും നിങ്ങളുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമ്മൾ മരിക്കുമ്പോഴേ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കണമെങ്കിൽ നമ്മളെ ഒപ്പുമല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ പാസ്വേഡ് പറഞ്ഞു കൊടുക്കണ്ടേ? അതും കൂടി അനന്തരാവകാശം എടുക്കും. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിൻവലിക്കാൻ പറ്റില്ല. അത് പിന്നെ വേറെല്ല ആൾക്കാരെടുക്കും. നമ്മുടെ പണത്തിന്റെ വില അവിടെയാണ്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഒരു നല്ല കാര്യത്തിന് വിടും. 10,000 രൂപക്ക് ഒരു ഷൂ വാങ്ങിയാലോ 10,000-ത്തിന്റെ മൂല്യം, ഒരു ഷൂവിന്റെ വിലയാണ് 10,000-ത്തിന്റെ വില എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ പണം മൂല്യവത്തായി ചെലവഴിക്കണമെന്ന വിശ്വാസ ബോധമുണ്ടല്ലോ, അത് ഈമാനം ഉണ്ടാകേണ്ട കാര്യമാണ്. അത് ആർക്കുണ്ടാവില്ല അറിയോ? വിശ്വാസത്തിൽ കാപട്യമുള്ളവർക്ക് ഉണ്ടാവില്ല എന്നാണ്. പിന്നെ യുദ്ധത്തിന് പോകുക എന്നുള്ള അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ്. തന്റെ ജീവൻ എന്തെങ്കിലും പരിക്ക് പറ്റുന്ന ഒരു കാര്യം ദീനിനു വേണ്ടി ചെയ്യേണ്ടി വന്നാൽ ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാ വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാ. യുദ്ധത്തിന് പോകാതെ പിന്തി നിൽക്കുക. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഇരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക? യുദ്ധത്തിന് പോകാതെ ഇരിക്കുക. ആ ഇരുത്തം കൊണ്ട് അവർ സന്തോഷിക്കുന്നതാണ്. നമുക്ക് സാധാരണ ഒരു നല്ല കാര്യത്തിന് പോകാൻ അസുഖം കൊണ്ട് തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ ടെൻഷനല്ലേ ഉണ്ടാവുക? ഇപ്പൊ ജമാഅത്തിന് വരാൻ ആഗ്രഹിക്കുന്ന ഒരുത്തര് കാലിനെന്തെങ്കിലും ഫ്രാക്ചറായി വീട്ടിലിരിക്കുകയാണെങ്കിൽ എന്താ, പടച്ചോനെ നിസ്കരിക്കാൻ പോകാൻ പറ്റില്ലല്ലോ, എനിക്ക് ഇരുന്ന് നിസ്കരിക്കാനല്ലോ, ഞാൻ നേരെ ആ സങ്കടമല്ലേ ഉണ്ടാവുക. ഇവർക്ക് യുദ്ധത്തിന് പോവാൻ കഴിയാതിരുന്നാൽ, ചെറിയൊരു സമ്മതം പോകാതിരിക്കാൻ കിട്ടിയാൽ അവർ വളരെ സന്തോഷത്തോടുകൂടെ കഴിച്ചുകൂട്ടുമെന്നാണ്. ഇനി വളരെ അടുത്ത് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത വല്ല അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ യുദ്ധത്തിന് വന്നേക്കാം. 4-മത്തൊരു കാര്യം സൂറത്തിൽ വായിക്കുമ്പോൾ കാണാൻ തരും. നമ്മൾ സാധാരണ വിശ്വാസം എന്താ ചെയ്യുക? നല്ലത് കൽപ്പിക്കും, ചീത്ത വിരോധിക്കും. എന്നാ ഇവരെന്താ അറിയോ? അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅ്ലുഹും മിൻ ബഅദ് യഅ്മുറൂന ബിൽ മുൻകർ വയൻഹൗന അനിൽ മഅറൂഫ് വയഖബിലൂന ഐദിയഹും. യഅ്മുറൂന ബിൽ മുൻകർ, തിന്മക്ക് കൽപ്പിക്കും. നന്നായിട്ട് ഇസ്ലാമിന്റെ ഹിജാബൊക്കെ ഇട്ടൊരു പെണ്ണിറങ്ങിയാൽ അവളോട് ചോദിക്കും, ഇങ്ങനെ ഇത്രത്തോളൊക്കെ മറക്കേണ്ട കാര്യമുണ്ടോ എന്നാ ചോദിക്കുക. എന്നാൽ അങ്ങനെയൊന്നും അല്ലാതെ ഇറങ്ങിയാൽ എന്താണ്? അവരോടൊന്നും ചോദ്യമല്ല. ഇതൊക്കെ ഒന്ന് ശരിയാക്കിട്ടൂടെ എന്ന് പറയാൻ തോന്നൂല. ശരിയാക്കിട്ട ഒരാളോട് എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കാൻ മനസ്സ് വരും. നമ്മളെ വിശ്വാസത്തിന്റെ അവസ്ഥ നോക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ പലരോടും പല കാര്യങ്ങളിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. എന്താ? ഒരു നന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനാണോ പറഞ്ഞത്? ഒരു നന്മക്ക് പ്രചോദനം നൽകാനാണോ പറഞ്ഞത്? ഖുർആനിലെ എത്ര സ്ഥലത്തുണ്ടല്ലേ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന മുൻകർ. ഇവിടെ എന്താ പറഞ്ഞത്? നേരെ തിരിച്ച് യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫ്. തിന്മ കൊണ്ട് അവർ കൽപ്പിക്കും, നന്മ കൊണ്ട് അവർ വിരോധിക്കും എന്നാ പറഞ്ഞു. അപ്പോ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് വിശ്വാസിക്കാണ്ടാവുക. നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സ് എന്താണ്? നല്ല തിന്മ, ഒരാൾ നിസ്കരിക്കാതെ നടന്നാൽ, കള്ളുടിച്ച് നടന്നാൽ നരകത്തിൽ പോവുമല്ലോ പടച്ചോനെ എന്നുള്ളൊരു ബേജാറ് ആർക്കുണ്ടാകുക? അതിലൊക്കെ ഈമാനുള്ള ആൾക്കാർക്കല്ലേ ഉണ്ടാവുള്ളൂ. അതൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാളുടെ തിന്മ കാണുമ്പോൾ ഒരു വേദനയും തോന്നുകയില്ല എന്നാണ്. പിന്നെ നുണ പറയാം.
ഞാൻ പറയും, ഒരു വിശ്വാസിക്കൊരിക്കലും പ്രത്യക്ഷമായൊരു നുണ പറയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മക്കളൊക്കെ എപ്പോഴാ കളവ് പറയാം? എപ്പോഴാ കളവ് പറയാം നിങ്ങൾ? അവര് നമുക്കിഷ്ടമുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നുണ പറയേണ്ടിയില്ല. എന്താണ് നേരം വൈകിയെന്ന് വെച്ചാൽ സത്യം പറയും. സ്കൂൾ കുറച്ച് വൈകിട്ടാ വിട്ട്, എന്നാൽ സുഹൃത്തുക്കൾ അവന് കൂട്ടുകെട്ടുണ്ട്, കുറച്ചൊക്കെ വേണ്ടാത്ത പരിപാടി ഉണ്ടെങ്കിൽ എന്താ പറയാ? നുണയെ പറയാം. കാരണം കളവ് പറഞ്ഞിട്ടേ അവന്റെ സത്യസന്ധത ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ. നമ്മൾ സത്യസന്ധമായി ജീവിക്കുന്നുവെങ്കിൽ എന്താ നമുക്ക് സത്യം പറഞ്ഞാൽ? നമ്മൾ സത്യസന്ധമായി ജീവിക്കാതെ സത്യസന്ധനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നുണ പറയില്ലാതെ ഇത് വേറെ പരിഹാരമാർഗങ്ങളൊന്നുമില്ല. കളവ് പറയാനേ പറ്റും. ഇടപാടുകളിൽ സത്യസന്ധമില്ലാത്ത ആളുകൾ, സംസാരങ്ങളിൽ സത്യസന്ധമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അവരെപ്പോഴും ജീവിതത്തിൽ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എവിടെ ചെന്നാലും നുണ പറയേണ്ടി വരും. ആ നുണ പറയാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളിൽ സത്യസന്ധമായി ജീവിക്കണം. യഹ്ലിഫൂന ലക്കും ലിതർലൗ അൻകും, നിങ്ങൾ അവരെ തൃപ്തിപ്പെടാൻ അവർ സത്യം ചെയ്തുകൊണ്ട് പറയും, നുണ പറയും. ഇനി നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നുണ പറഞ്ഞ് സ്ഥാപിച്ചെടുത്തിട്ട് എന്താ കാര്യം? വഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ, ഈ ധിക്കാരികളായ ജനങ്ങളെ അല്ലാഹു തൃപ്തിപ്പെടൂല. അതുകൊണ്ട് നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ സാധിക്കാം. ഒരു വിശ്വാസി, ഉള്ളിൽ വിശ്വാസമുള്ളവന് നുണ പറഞ്ഞു പോകാൻ പറ്റില്ല. അത് ആയത്തുൽ മുനാഫിഖ് സലാസ, കപടവിശ്വാസി ലക്ഷണം 3 ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. സംസാരിച്ചാൽ കളവ്. നുണ പറയേണ്ടി വരുന്നുണ്ടോ എങ്കിൽ നമുക്ക് സത്യസന്ധമായി ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രല്ല അവർ വിശ്വാസികളെ പരിഹസിക്കുന്ന, വിശ്വാസികളെ പരിഹസിക്കും. കുറച്ച് നന്നായി നടക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്കൊരു ആദരവല്ലേ തോന്നേണ്ടത്? നന്നായി ജീവിക്കുന്ന ഒരാളെ കണ്ടാൽ ഒരു ആദരവാണ് തോന്നുന്നത്. പക്ഷെ അവരെ പരിഹസിക്കും. വമിൻഹും മൻ യൽസിമുക ഫിസ്സദഖാത്ത് ഫഇൻ ഉഅ്തു മിൻഹാ റളു വഇൻ ലം യുഅ്തു മിൻഹാ ഇദാഹും യസ്ഖതൂൻ. എന്താണ് അവരുടെ ഒരു സ്വഭാവം നോക്ക് നിങ്ങൾ. ഒരാൾ നല്ല സംഭാവന കൊടുക്കുകയാണ്, എന്തിലും കുറ്റം കാണും. നല്ല മനസ്സേ ഇല്ല. എങ്ങനെ കുറ്റം കാണാം? നന്നായിട്ടൊരാൾ സംഭാവന കൊടുത്താൽ പറയുന്നത് അതൊക്കെ പേരെടുക്കാൻ കൊടുക്കുകയാണെന്ന് പറയും. എന്നാ ഒരു സാധു ഒന്നും കയ്യിലില്ല, വളരെ കുറഞ്ഞൊരു സംഖ്യ കൊടുക്കുകയാണെങ്കിൽ അപ്പം എന്താ പറയാ? അത് അള്ളാനെ ചെറുതാക്കാണ്. പടച്ചോൻ ഇത്ര ചെറിയ സമ്പത്ത് പൈസക്ക് എന്തിനാ ആവശ്യം? അള്ളാഹ് കയ്യിലൊന്നും ആവശ്യമില്ല. രണ്ടായാലും പ്രശ്നമാണ്. എല്ലാ നന്മകളിലും എന്തെങ്കിലും ഒരു തകരാറ് കണ്ടെത്തി അതിങ്ങനെ പറഞ്ഞു നടക്കുക. അതിലൊരു എന്താ സംതൃപ്തിനാൻ കാരണം? നന്മ ചെയ്യാതെ ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ നന്മ ചെയ്യുന്നു എന്നുള്ളത് വല്ലാത്ത വേദന ഉണ്ടാകും. അപ്പൊ എന്താ ഉണ്ടാവുക? അവരുടെ നന്മകളെ കുറച്ച് കാണിക്കാനും അവരുടെ നന്മകളിൽ തകരാറ് കണ്ടെത്താനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുമെന്നതാണ്. പിന്നെ ഒക്കെ ഈ സൂറത്ത് തൗബയിൽ പറയുന്നതാണ്. ഒന്ന് ഒഴിവുണ്ടാകുമ്പോൾ ഒന്ന് ഇരുന്ന് വായിച്ചാൽ നമുക്ക് നമ്മളെ കുറേ നേരാക്കാൻ ഇരുന്ന് കാര്യങ്ങൾ കിട്ടും. വാക്കുകൾ, കരാറുകൾ അവർ ലംഘിക്കും. നബിയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞല്ലോ, എനിക്കൊന്ന് പ്രാർത്ഥിക്കും നബി. സഹലബയുടെ ചെറിയ സ്വീകാര്യത കുറവുണ്ടെങ്കിലും അത് മുഫസ്സിരിങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതേമാതിരി എനിക്ക് വേണ്ടി കുറച്ച് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പൊ പ്രാർത്ഥിച്ചു. നബിസ്വല്ലല്ലാഹു പ്രാർത്ഥിച്ചപ്പോൾ എന്ത് വെച്ചാൽ അദ്ദേഹത്തിന് നിലവിലുള്ള ആടുകൾ വർദ്ധിച്ചു. ആയിട്ടുള്ള മേയ്ക്കാൻ സ്ഥലമല്ലാതെ ദൂര സ്ഥലങ്ങളിലേക്ക് മേയ്ക്കാൻ പോകേണ്ടി വന്നു. അവസാനം അയാൾ ജമാഅത്തിൽ വരാതെ ജുമാക്ക് മാത്രം വരലായി. ജമാഅത്തുകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് ഒന്നിനും വരാൻ കിട്ടാത്ത അവസ്ഥ കിട്ടി. പിന്നെ വിശ്വാസം അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്നാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ വർധനവാണ് അദ്ദേഹത്തിന് വരാൻ പ്രയാസം ഉണ്ടാക്കിയത്. അപ്പൊ ആൾക്കാരെന്ത് പറയുന്നറിയും? എനിക്ക് എന്തെങ്കിലും സമ്പത്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് കൊടുക്കും, ഞാൻ ചെലവഴിക്കും എന്ന് പറയും. അതാണ് മുനാഫിക്ക്. പൈസ ഉണ്ടായാൽ കൊടുക്കും പറയും. പൈസ ഉണ്ടായാൽ എന്തേക്കാൻ അവസ്ഥ? വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫദ്ലി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. അവരിൽ ചില ആൾക്കാരുണ്ട്, അവർ പറയും ഞങ്ങൾക്കൊക്കെ പടച്ചോൻ നല്ല സമ്പത്ത് തരികയാണെങ്കിൽ ഞങ്ങൾ നല്ലതായിട്ട് സദഖ കൊടുക്കും, ഞങ്ങൾ നല്ലവരിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഫലമ്മ ആതാഹും മിൻ ഫദ്ലി, അല്ലാഹ് നന്നായിട്ട് സമ്പത്ത് കൊടുത്താലോ ബഖിലൂ ബിഹി, അവർ പിശുക്ക് കാണിക്കും. വതവല്ലൗ വഹും മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുകയും ചെയ്യുന്നതാണ്. ഉണ്ടെങ്കിൽ കൊടുക്കാന്ന് പറയും. അതാണ് വാഗ്ദത്തം. ആ വാഗ്ദത്തം അവരെന്ത് ചെയ്യും? ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ലംഘിച്ച് കളയുന്നതാണ്. മാത്രല്ല വിശ്വാസികൾക്ക് എന്തെങ്കിലും ദുരന്തങ്ങൾ വരാൻ അവരാഗ്രഹിക്കുന്ന, കാത്തിരിക്കുന്ന, അതുണ്ടായ സന്തോഷം. നല്ല ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഇടങ്ങേറ് വന്നാൽ അവർക്ക് സന്തോഷമാണ്.
ഇൻ തുസിബുക ഹസനത്തുൻ തസുഉഹും, നിനക്ക് വല്ല നന്മയും വന്നാൽ അവർക്കത് വിഷമമുണ്ടാക്കും. വഇൻ തുസിബുക മുസീബത്തുൻ യഖൂലു ഖദ് അഖദ്നാ അംറനാ മിൻ ഖബൽ വയതവല്ലൗ വഹും ഫരിഹൂൻ. എന്നാൽ അവർക്ക് വിശ്വാസികൾക്ക് എന്തെങ്കിലും ഇടങ്ങേറ് വന്നാൽ അവർക്ക് സന്തോഷം, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ വന്നാലോ അത് അവർക്ക് ഇടങ്ങേറായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നല്ല ആളുകളോട് ഒരു നല്ല അനുഭാവം തോന്നാൻ പറ്റാത്ത ഒരു മനസ്സിന്റെ ഉടമസ്ഥനാണ്. എത്രമാത്രം അവർ ചെയ്തു എന്നറിയങ്ങൾ. ഒരു പക്ഷേ ഉംറക്ക് പോയവർക്കൊക്കെ അറിയാൻ പറ്റും. മസ്ജിദ് കുബാ പള്ളി, അവിടുന്ന് ശരിക്കും നമ്മൾ വീട്ടിൽ തന്നെ ഒന്നു കൊടുത്തിട്ട് അവിടെ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ഉംറന്റെ കൂലി കിട്ടും. അത്രയും. എന്താ കുബാ പള്ളിന്റെ ശ്രേഷ്ഠത എന്താണ്? ഈ കുബാ പള്ളിന്റെ തൊട്ടടുത്ത് ഈ മുനാഫിക്കീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി. പള്ളി ഉണ്ടാക്കാൻ അറിയുമ്പോൾ നല്ലൊരു കാര്യമാണത്. അവർ ശരിക്കും പള്ളി ഉണ്ടാക്കിയത് എന്താ അറിയും? ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഒരു താവളം ഒരുക്കാനാണ് പള്ളി ഉണ്ടാക്കിയത്. ആമിർ എന്ന് പറഞ്ഞ ഒരാളുടെ, അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരായിക്കൊണ്ട് ഖുറൈശിയോട് സഹായം ചോദിച്ചു, കിട്ടിയില്ല. പിന്നെ പോയിട്ട് കിസ്റക്കാരോട് സഹായം ചോദിച്ചു, അവിടുന്ന് കിട്ടിയില്ല. അദ്ദേഹത്തിനൊരു താവളമായിട്ടാണ് ഇവർ ഈ പള്ളി ഉണ്ടാക്കിയത്. അവസാനം ഇത് അതിനു വേണ്ടിയുള്ള പള്ളിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പ്രവാചകൻ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു. അള്ളാഹു പറഞ്ഞു, ആ പള്ളിയിൽ ഒരിക്കലും നീ നമസ്കരിക്കരുത് എന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നു. നബി നിസ്കരിച്ചില്ലെന്ന് മാത്രമല്ല, ആ പള്ളി പൊളിച്ചു മാറ്റാൻ വേണ്ടി, കത്തിച്ചു കളയാൻ വേണ്ടി ആളുകളെ ഏർപ്പെടുത്തി. അത് അവസാനം അങ്ങനെ കത്തിച്ചു കളഞ്ഞു എന്നാണ്. അപ്പൊ പള്ളി ഉണ്ടാക്കുമ്പോൾ ഇതോട് പറഞ്ഞത് ഞങ്ങൾ നല്ല കാര്യത്തിനാണ് പള്ളി ഉണ്ടാക്കിയത്. എന്തിനാ നല്ല കാര്യം? ഇവിടെ നിന്ന് പാവപ്പെട്ടവരെ സഹായിക്കാനും അംഗവൈകല്യമുള്ളവരെ സഹായിക്കാനും ഒക്കെ വേണ്ടിയാണെന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ ചെയ്യാനും ദ്രോഹം ചെയ്യാനും തമ്പടിക്കാനുള്ള ഒരു താവളമായിട്ടാണ് അവർ പള്ളി ഉണ്ടാക്കിയത്. ആലോചിക്കുന്നു. അതുകൊണ്ട് ആ പള്ളി പൊളിച്ചു കളയാൻ വേണ്ടി പറഞ്ഞു. നല്ലതിന് വേണ്ടി ഉണ്ടാക്കുമ്പോഴാണ് ആ നന്മ സ്വീകരിക്കപ്പെടുക. അപ്പൊ അത്രമാത്രം ദ്രോഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് ഇവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുകയും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വയം സംസ്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ വിശ്വാസത്തിന്റെ ദാർഢ്യതയിൽ നമ്മൾ ഈമാനോടുകൂടെ ഏത് പ്രതിസന്ധികളിലും ത്യാഗങ്ങളിലും നമ്മുടെ നിലപാടുകൾ ദീനിനു വേണ്ടി അനുകൂലമാക്കാൻ നമ്മൾ പരിശ്രമിക്കാം. അള്ളാഹു നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ നമുക്ക് പുറത്തു മാപ്പാക്കി തീരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ഒരു മതമായി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിരീശ്വരത്വം എന്നുള്ളത്. മതവിരുദ്ധമായ ആശയങ്ങളെ പ്രസ്ഥാനങ്ങളായി, സമ്മേളനങ്ങളായി സംഘടിപ്പിച്ച് സമൂഹത്തിൽ അതിൻ്റെ ആശയങ്ങളെ പുതിയ സോഷ്യൽ മീഡിയ സാധ്യതകൾ കൂടെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെതിരെയുള്ള ഇതൊക്കെ ഇവിടെ അങ്ങനെ നിരീശ്വരത്വം പ്രചരിപ്പിച്ചാൽ ആരെങ്കിലും ഇവിടെ നിരീശ്വരവാദികളായി തീരുമോ എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ മനസ്സിന്റെ ന്യായത്തിനും സമാധാനത്തിനും ചോദിച്ചേക്കാം. ആരും നിരീശ്വരവാദിയൊന്നും ആയിത്തീരേണ്ട കാര്യമില്ല. നമ്മുടെ വിശ്വാസത്തിൽ ഒരു സംശയം, പ്രവാചകന്റെ വിവാഹത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംശയം മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. ആ സംശയം വന്നാൽ എന്താവും എന്നറിയങ്ങൾ? എന്താവും? ആ സംശയം വരുന്നോടുകൂടെ പിന്നെ നമുക്ക് നിസ്കരിക്കാൻ തോന്നൂല. പിന്നെ നമുക്ക് അപ്പൊ അങ്ങനത്തെ വല്ല സംശയമൊക്കെ നമ്മുടെ കുട്ടികളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞാൽ, ദീന് പറഞ്ഞാൽ അവർക്കത് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ എല്ലാവരുടെയും വിശ്വാസത്തിൽ ഒരു വിഷത്തുള്ളി വീഴ്ത്താൻ ഈ വസ്വാസം ഉണ്ടാക്കുന്ന ആളുകൾക്ക് പറ്റും. മാത്രല്ല, ഇവിടുത്തെ വർഗീയതക്കും ഫാസിസത്തിനും ഏറ്റവും നന്നായി പരോക്ഷമായി പിന്തുണ നൽകുന്ന പ്രസ്ഥാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരെന്ന് അവരുടെ കമന്റുകളും അവരുടെ ആശയങ്ങളും വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അവിടെ നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അറിയങ്ങൾ? നമുക്കിത് ഇവിടേക്ക് എല്ലാവർക്കും അവരുടേതായ പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി അവർ വസ്വാസ് ഉണ്ടാക്കുന്ന വിഷയങ്ങൾ നമ്മൾ എടുത്തിട്ട് അതിന്റെ വ്യക്തത ആളുകൾക്ക് നൽകുക, അതിന്റെ ക്ലാരിറ്റി കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈമാൻ കൂടും, അപ്പൊ നമുക്ക് ഇസ്ലാമിലുള്ള മതിപ്പ് കൂടും, ഖുർആനിലുള്ള വിശ്വാസം കൂടും. അപ്പൊ അതിനുള്ള അവസരങ്ങൾ പലപ്പോഴും നമ്മൾ വളരെ ബോധപൂർവ്വം സംഘടിപ്പിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് നേരിട്ട് പോയി അത്തരം പരിപാടികൾ കേൾക്കാൻ കഴിയില്ലെങ്കിലും, നമ്മുടെ ഡയലോഗ് പോലുള്ള പരിപാടികൾ നേരിട്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയിലെങ്കിലും ആ ലൈവിൽ ആ ദിവസങ്ങളിൽ ഇരുന്ന് അത്തരം കാര്യങ്ങൾ നമ്മൾ കേൾക്കണം. നമ്മുടെ മനസ്സിലുണ്ടാകും ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ. ഇത്തരം സംശയങ്ങൾ നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയൊക്കെ ജീവിതത്തിന്റെ ധാർമ്മികതയെ, ഇസ്ലാമിക ബോധത്തെ നശിപ്പിച്ച് കളയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ശരിയായ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ.
എല്ലാ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും നീ ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനെ. പലരും നമ്മോട് രോഗങ്ങളും ബുദ്ധിമുട്ടുള്ള ആളുകൾ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഇവിടെ രോഗങ്ങളെ നീ ശമിപ്പിച്ചു കൊടുക്കണമേ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ ആളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമയും സന്തോഷവും പ്രദാനം ചെയ്യണമേ. അള്ളാഹു നിന്റെ ഭയാനകമായ നരകശിക്ഷയിൽ നിന്ന് നിന്റെ കാരുണ്യത്താലും അനുഗ്രഹത്താലും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അള്ളാഹു ഇതിന്റെ വിശാലമായ സ്വർഗം അത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരെ ഞങ്ങളെ എവരെയും നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على